Amen.
ഏറ്റവും ഭക്തിയോടുകൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും വിശുദ്ധിയോടുകൂടി ഈ ബലി അർപ്പിക്കാം. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് മറിയം താങ്ക്സ് ഗിവിംഗ്, റോണി ബേബി വിസ അപ്രൂവൽ താങ്ക്സ് ഗിവിംഗ്, ജോൺ മാത്യു ഈശോയുടെ അനുഗ്രഹം, ജോൺസൺ ലിനു സ്പെഷ്യൽ ഇന്റൻഷൻ, വിജി ദേവസ്യ താങ്ക്സ് ഗിവിംഗ്, ആൽഫിൻ തോമസ് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കായിട്ട്, അഭിനവ് കൂവക്കൽ 10ാം ക്ലാസ്സിലെ എക്സാമില്, ജോബി വട്ടപ്പറമ്പിൽ താങ്ക്സ് ഗിവിംഗ്, ആഷ ജോയി ബർത്ത്ഡേ ആൻഡ് എക്സാം, ഇന്റർവ്യൂ പാസ്സാകാൻ, മേരി രോഗസൗഖ്യം, ജോസ്ന ജർമ്മൻ എക്സാം പാസ്സാകാൻ, ആൻഡിൻ ജോസഫ് അനൂപ് കണ്ണൂർ 10ാം ക്ലാസ് CBSE എക്സാം മരിച്ചവരായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, സൈമൺ ചെറുകുഴിയിൽ, വെർവരമത്തായി, ചാക്കോ, ട്രേസിയ കളരിക്കൽ, ജോസഫ് തൊട്ടിയിൽ, അലീന ആഗസ്തി, കുട്ടി മല്ലാട്ട്, അനീഷ് ജോസഫ്, ആന്റണി അവരുടെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയൊടി ബലി അർപ്പിക്കാം. ഞങ്ങളുടെ പിതാവേ, പാപികളെ കാരുണ്യപൂർവ്വം സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന പാപികളായ ഞങ്ങളെ ദയാപൂർവ്വം തൃക്കൽപ്പാക്കണമേ. വിനീത ഹൃദയനായ ചുങ്കക്കാരനെ പോലെ അങ്ങയുടെ അനുഗ്രഹത്തിൽ ഞങ്ങൾ കാത്തു നിൽക്കുന്നു. ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന നോമ്പ് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും ഞങ്ങളെ നയിക്കട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഞങ്ങളുടെ പാപങ്ങൾ പശ്ചാത്താപത്തിന്റെ കണ്ണുനീരാൽ കഴുകിക്കളയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. മിശിഹായോട് ചേർന്ന് എളിമയോടും ഹൃദയവിശുദ്ധിയോടും പരിഹാരത്തിന്റെയും കൃതജ്ഞതയുടെയും ഈ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആര് വിശ്രമിക്കും? Amen.
ദൈവമാകുന്നു. അവിടുന്ന് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. എന്റെ ഭാഗ്യതയും അവിടുത്തെ കരങ്ങളിലാകുന്നു. അവിടുന്ന് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെങ്കിലും ശ്രേഷ്ഠമാകുന്നു, സകലത്തിന്റെയും നാഥായിരിക്കും. ഞങ്ങളെപ്പോഴും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിലെയും നാഥായിരിക്കും. ദൈവത്തിന്റെ ജ്ഞാനം. എന്നാൽ പക്വബുദ്ധികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ദൈവം നമുക്ക് അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah.
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 5:23 തിരുവചനങ്ങൾ. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിലും നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വ്യാജമായി ആണിയിടരുത്, കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണമെന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണിയിടുകയെ അരുത്. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. സഹോദരി സഹോദരന്മാരെ, നോമ്പുകാലം തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലമാണ്. വിശുദ്ധിയിൽ വളരുവാനും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനുമായിട്ട് തമ്പുരാനിരിക്കുന്ന ഒരു കാലമാണ് ഇത്. ജീവിത വ്യഗ്രതകളിൽ നിന്നൊക്കെ മാറി നിന്ന് തമ്പുരാനോട് ചേർന്ന് നിന്ന് ഈ 50 ദിവസക്കാലം ഏറ്റവും ഭക്തിയോടുകൂടി നമുക്ക് ചെലവഴിക്കാനായിട്ട് ഉള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ് ലിയോമാർപാപ്പ തന്റെ നോമ്പുകാല സന്ദേശത്തില് 3 കാര്യങ്ങളാണ് പറയുന്നത്. സന്ദേശത്തിൻ്റെ ഉള്ളടക്കം 3 പോയിന്റാണ് അതിനകത്ത് ഓർക്കാനുള്ളത്. 1 ലിസ്ണിംഗ്, 2 ഫാസ്റ്റിംഗ്, 3 ടുഗദർ. 3 കാര്യങ്ങളാണ് ഈ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ നോമ്പുകാലം നമ്മൾ ചെയ്യാനായിട്ട് ഒന്നാമതായിട്ട് ലിസൺ ചെയ്യാന്, ഫാസ്റ്റ് ചെയ്യാന്, ഒരുമിച്ച് ടുഗദർ. അപ്പോൾ ഈ ലിസ്ണിംഗ് എന്ന് പറയുമ്പോൾ ശ്രമിക്കുക എന്നാണ്, ശ്രവണം. അപ്പോൾ ദൈവത്തെയും മറ്റുള്ളവരെയും ശ്രമിക്കണം. പരിശുദ്ധ പിതാവ് പടി പറയുന്നതിനാണ് ദൈവത്തെയും മറ്റുള്ളവരെയും. ദൈവത്തെ ശ്രമിക്കുക എന്ന് പറയുന്നത് തിരുവചനത്തിലൂടെ ശ്രമിക്കുക എന്ന് പറയുന്നത്. നിത്യമായിട്ടുള്ള വചന വായനയിലൂടെ ഈ 50 ദിവസവും ഒരുങ്ങി 50 ദിവസവും കൃത്യമായിട്ടുള്ള ചിട്ടയോടുകൂടിയുള്ള വചന വായനയിലൂടെ, അതുകൂടാതെ പ്രാർത്ഥനയിലൂടെയൊക്കെ വചനത്തെ ശ്രദ്ധിക്കാനാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ശ്രമിക്കാൻ ശ്രമിക്കുന്നത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ശ്രമിക്കാൻ ഇച്ചിരി സമയം കൂടുതൽ മറ്റുള്ളവർക്ക് കേൾക്കാനായിട്ട് കൊടുക്കണമെന്ന്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി സമയം ചെലവഴിക്കുന്നതാണ് പാപ്പ പറയുന്നത്. രണ്ടാമത്തത് ഫാസ്റ്റിംഗ്, ഉപവാസം. ഫാസ്റ്റിംഗ്, ഉപവാസം നമ്മൾ അനാദികാലം മുതലേ തന്നെ ഈ ഭക്ഷണത്തെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ഉപവാസം എടുക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആഗ്രഹം. പരിശുദ്ധ പിതാവ് പറയുന്നത് നമ്മൾ ഭക്ഷണത്തെ വേണ്ടെന്ന് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിലൊക്കെ നമുക്ക് ഒത്തിരി കൺട്രോൾ വരുന്ന, ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം വരുന്ന പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ വേണ്ടത് വളരെ കൃപയാണ്. അപ്പോൾ ഈ ഭക്ഷണം വേണ്ടെന്ന് വെക്കുമ്പോൾ പലപ്പോഴും അതൊരു ഈ ഉപവാസം ചെയ്യുന്നവർക്കൊക്കെ പാപ പറയുന്നത് ചിലരിൽ ഒരു പ്രോബ്ലം ഉണ്ടാകാം, അഹങ്കാരം എന്നൊരു പ്രോബ്ലം ഉണ്ടാകാം. കാര്യം ഞാൻ ഇത്ര ഉപവസിച്ചു 50 ദിവസം, ഞാൻ അത് കളഞ്ഞു, ഇറച്ചി നോക്കില്ല, അത് നോക്കില്ല, ഇത് ചെയ്തില്ല. ആ ഒരു അഹങ്കാരം വരാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. അവിടെ നോക്കുന്നില്ല, അവൻ നോക്കുന്നില്ല, ഞാൻ നോക്കുന്നുണ്ട്. അവിടെ അഹങ്കാരം അവിടെ പോയി അവിടെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി. ബാക്കിയുള്ളവർ വേറെ രീതിയിലായിരിക്കും നോക്കുന്നത്. അത് പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കാൻ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇതിനെ തരണം ചെയ്യാൻ പരിശുദ്ധ പറയുന്നത്. ഈ ഒരു അഹങ്കാരത്തെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടിയിട്ട്. പിന്നെ മാമാ പറഞ്ഞു വെക്കുന്നുണ്ട്, ഈ ഭക്ഷണത്തെ ത്യജിക്കുന്നതോടുകൂടി നമ്മുടെ സംസാരത്തിന് ഒത്തിരി മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പാപ്പ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. മറ്റുള്ളവരെ അന്യായമായി വിധിക്കുന്നതിൽ നിന്ന്, മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ നിന്ന്, സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരെ
വിരോധം ചെയ്യുന്നതിനൊക്കെ മാറി നിൽക്കാനാണ് പറയുന്നത്. രണ്ടാമതായിട്ട് തൂങ്ങി പറയുന്നത്, കുറ്റം പറയുന്നതിൽ നിന്ന് മാറി നിൽക്കണം. അപ്പൊ രണ്ട് ഈ ഫാസ്റ്റിംഗ് ആണ്. ഒന്ന് ഫുഡ്, ഭക്ഷണം. രണ്ട് നമ്മുടെ സംസാരത്തിലുള്ള ഉപവാസം. കുറ്റം പറയുന്നതിൽ നിന്ന് മാറി നിൽക്കണം. മൂന്നാമതായിട്ട് പാപ പറയുന്നത് ഈ ഒരു യാത്ര, ഈ ഒരു ആത്മീയ യാത്ര നമ്മൾ ചെയ്യുന്നത് പ്രത്യേകമായി ഒരുമിച്ചാണ്. ഒറ്റയ്ക്കല്ല ഞാൻ വിശുദ്ധിയിലേക്ക് പോകുന്നത്. വിശുദ്ധി സഭാപിതാക്കന്മാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വിശുദ്ധി എന്ന് പറയുന്നത് ഇറ്റ് ഗ്രോസ് ഇൻ ക്ലസ്റ്റേഴ്സ്. കൂട്ടായ്മയിലാണ് വിശുദ്ധി വളരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു യാത്ര 50 ദിവസത്തെ യാത്ര ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, പക്ഷെ കൂട്ടായ്മയോടും സമൂഹത്തോടും ചേർന്ന് നിന്നാണെന്നാണ് പരിശുദ്ധിതാവ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു 3 പോയിന്റ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വയ്ക്കാം. ഈ ഒരു 50 ദിവസക്കാലം ഏറ്റവും കൃപയുടെ കാലമാകട്ടെ, വിശ്വാസത്തിൽ വളരുന്ന കാലമാകട്ടെ, വിശുദ്ധിയിൽ വളരുന്ന കാലമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലിസ്ണിംഗ്, ഫാസ്റ്റിംഗ് ആൻഡ് ടുഗദർ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ബലി തുടരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അനുതാപത്തിന്റെ വസ്ത്രം ധരിച്ചും ശരീരചാരം പൂശിയും അനുതാപം പ്രകടിപ്പിച്ചും നിലവേക്കാരനെ ജീവന്റെ വഴിയിലേക്ക് നയിച്ച കർത്താവേ, ഈ നോമ്പുകാലങ്ങളുടെ മാനസാന്തരത്തിന്റെയും ജീവിത നവീകരണത്തിന്റെയും അവസരമായി തീരട്ടെ. ഞങ്ങൾ മണ്ണാകുന്നുവെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നും ഞങ്ങൾ അറിയുന്നു. പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പശ്ചാത്തലത്തിന്റെ ബാഹ്യചിഹ്നമായി ഞങ്ങൾ പൂശാൻ പോകുന്ന ഈ വസ്ത്രം ആശീർവദിക്കുകയും വിശദീകരിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സമയമാണ് ബാൽക്കണിയിലുള്ള പ്രവർത്തനങ്ങളുണ്ടാവും. മനുഷ്യാദി മണ്ണാകുന്നു
ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 40 പകരം ഉപവസിച്ച് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയ കർത്താവേ, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനും ദൈവരാജ്യം സ്ഥാപിക്കുവാനുമായി ഭൂമിയിലേക്ക് വന്ന കർത്താവേ, വിശക്കുന്നവരുമായി അപ്പം പങ്കിടുന്നതിനും നഗ്നരെ വസ്ത്രം ധരിപ്പിക്കുന്നതിനും ഭവനരഹിതർക്ക് പാർപ്പിടം നൽകുന്നതിനും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുന്നതുമാണ് യഥാർത്ഥ ഉപവാസമെന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്ത കർത്താവേ, പാപികൾ നശിക്കണമെന്ന് ആഗ്രഹിക്കാതെ അവരെ നേർവഴി തിരിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, പശ്ചാത്തലിക്കുന്ന പാപിയെ പറ്റി സ്വർഗ്ഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുമെന്ന് അരുളി ചെയ്ത കർത്താവേ, വിശ്വസിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, ആത്മപരിത്യാഗത്തിന്റെയും ഹൃദയപരിവർത്തനത്തിന്റെയും അനുജനജനത്തിന്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാൻ ഈ നോമ്പുകാലം ഞങ്ങളെ സഹായിക്കണമേ. നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുന്നവരോടൊപ്പം തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങൾ പങ്കുചേരട്ടെ. പ്രാർത്ഥനയും ഉപവാസവും പരസ്നേഹ പ്രവർത്തനങ്ങളും വഴി പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും ജീവിതത്തിലെ കുരിശുകൾ സഹിച്ച് സ്വർഗോന്മുഖരായി ജീവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായിലേക്കും കർത്താവേ, ആശ്വസിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവപ്പിനായി തലകുലുക്കുകയും ആശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ യോസേഫിന്റെയും സ്മരണം വിശുദ്ധ ബലിപീഠത്തിൽ നിങ്ങളുണ്ടാകട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ ഓർമ്മയോടുകൂടെ വിജയമരിച്ച നീതിമാന്മാരുടെയും അവരുടെ ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ നിങ്ങളുണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിന്നെ ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ും
സർവ്വദേവനാഥനായ ദൈവം തന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ എന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി പാത്രേക്രിസ്തുവിനും മേലരാജുമാരും മെത്രാപോലിതമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെ ബ്രഹ്മചാരികളുടെ നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയാചിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസവുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം ധരിച്ച് ഈ ലോകത്തിൽ പോയ എല്ലാവരെയും സ്മരിക്കുകയും കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പ്രതിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായി ഞങ്ങളെ കാരണയാക്കി അങ്ങ് നൽകിയ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങൾ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശക്തിയോടുകൂടെ കർത്താവിനെ നിർവഹിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിന്റെ ഓർമ്മ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ പ്രദർശനം ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദനായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിചാരങ്ങളിലേക്ക് ഉയരട്ടെ. സർവ്വദേവനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരയുടെ മഹത്വമേറിയ നാമം എല്ലാ ഭയങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിനുള്ള സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റരവകാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ നീ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ നീക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. Amen.
ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപമെടുത്ത് സ്വർഗത്തിലേക്ക് അനാഥനായ പിതാവേ അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്തു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. പ്രകാശിക്കാൻ കഴിയാത്തതും അതുപോലെ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ബന്ധനാക്കുവാൻ നീ ഞങ്ങളുടെ സ്വഭാവം സ്വീകരിക്കുകയും അതുപോലെ ഞങ്ങളെ സമർപ്പിക്കുകയും ബദലാജങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികാര്യങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ ബുദ്ധിപ്രകാശം നൽകി ഞങ്ങൾ സത്യത്തെ പ്രാർത്ഥനരാക്കി. ഞങ്ങൾ വലിയമായ പ്രവൃത്തിയെ നിന്റെ സമൃദ്ധമായ അനുഭവം വിളിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജറാത്ത് ബിഷപ്പാക്ക് വേണ്ടി അതിരുമതാധ്യക്ഷന്മാരുടെ വ്യത്യസ്ത പബ്ലിക്കീസിനു വേണ്ടി മറ്റെല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സംസ്ഥാനമാ സമർപ്പിതമായ പ്രേക്ഷിത ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവനു വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതനകമായ സംബന്ധിച്ച ഇരുമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഈ വിശുദ്ധ കുർബാനയുടെ ഞങ്ങൾ സമർപ്പിക്കുന്നവർക്ക് വേണ്ടിയും ഈ വലിയ ഞങ്ങളെല്ലാം ഓർത്തു പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനയും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാകും. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് ധാർമ്മികപിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നന്മയും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും അഭിനയവും ഭയഭക്തി
സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടി. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്നേഹാത്മകമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിഷയത്തിന്റെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അതിപൂജിതമാം തിരുനാമത്തിനാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാദാനങ്ങളയക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കടയ്ക്കൊത്ത വിധം എന്നോട് തോന്നണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകും. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന്റെ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി ലോകത്തിൽ മുഴുവൻ ചെയ്യുന്നതുമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യവും ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തിന്റെ വിഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കാലങ്ങളും കഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, ദാസരുടെ പാപപരാധങ്ങളും കാര്യങ്ങളും ക്ഷമിക്കണമേ. മഹോന്നതയുമായ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയം പ്രസന്നമാകുന്നതിലും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ
അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാനുവിന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരം അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ജനത്തിനുള്ളതാകുന്നു. സഹോദരരെ, സൗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാലിച്ചുവാനും ഒരു സഹോദരനെ ക്ഷണിക്കുന്നു.
നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നാളെയാണ് ഔദ്യോഗികമായിട്ട് നോമ്പ് ആരംഭിക്കുക. നോമ്പിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാനായിട്ട് പ്രത്യേകമായി നമുക്ക് പരിശ്രമിക്കുകയും മറ്റും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കൂടുതൽ സമയം തിരുവചനം വായിച്ചും ബഹുമാനം ചൊല്ലിയും മറ്റ് പ്രാർത്ഥനകളുമൊക്കെ ചൊല്ലിക്കൊണ്ട് നമുക്ക് നോമ്പ് ഫലദായകമാക്കാനായിട്ട് കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കുംസാർപ്പണ കൂദാശയിലൂടെയും ദ്വിവേദിയിലും പങ്കെടുത്ത് നമ്മുടെ സഭകളൊക്കെ മാത്രമല്ല മറ്റ് പള്ളികളിലൊക്കെ എല്ലാ ദിവസങ്ങളിലും ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളിലും ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ ഈ 40-50 ദിവസം തിരുവല്ലി മുടക്കാതിരിക്കാനായിട്ട് പരിശ്രമിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ നോമ്പ് കാലത്തിലെ അവസാനത്തിലൂടെ നമുക്ക് നമ്മൾ തന്നെ വിശദീകരിക്കാനായിട്ട് പ്രത്യേകമായി പരിശ്രമിക്കുക. ഇന്ന് കുറേ പേര് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അവരെ താല്പര്യമുണ്ടെങ്കിൽ ബാക്കി ശേഷം സംസാരിക്കാനായിട്ട് സൗകര്യം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് എഴുന്നേറ്റ് ആശീർവാദം. സുത്രവും പരിശുദ്ധവും ജീവിതായ സ്വീകരിച്ച് ഇവപ്പെടുവാൻ യോഗ്യരാക്കുന്നത് നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടി. അസക്തരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പാപങ്ങൾ പൊറുക്കുന്നവരും രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവരുമായ രക്ഷകനായി പശ്ചാത്താപത്തോടെ നിന്റെ പക്കലടഞ്ഞായി പരിഹാര ബലിയിൽ പങ്കുചേരാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി നിന്റെ കാരുണ്യമെന്നും പ്രകീർത്തിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. പാപങ്ങൾ പൊറുക്കുന്നവരും എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും ജീവന്റെ പൂർണ്ണത ഉൾക്കൊള്ളണമെന്നും ആഗ്രഹിക്കുന്ന കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അവിടുത്തെ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും സന്ദേശം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. സ്വർഗരാജ്യത്തിന്റെ നീതി എപ്പോഴും അന്വേഷിക്കുവാനും പ്രത്യേകിച്ച് നോമ്പുകാലത്ത് പ്രാർത്ഥനയുടെയും പരിഹാരത്തിന്റെയും പരസ്നേഹത്തിന്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും നിങ്ങൾക്കിടയാകട്ടെ. ദൈവത്തിന്റെ ജനമേ, ദൈവവചനത്തിൽ ആശ്രയിച്ച് പ്രലോഭനങ്ങളെ ജയിച്ച് ആത്മീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ ബന്ധങ്ങളും സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും
നല്ലവരൊത്തു വലഭാഗേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. സന്തോഷത്തിലും കർത്താവേ ശോണിതവും ദിവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാണ് സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ജീവൻ നൽകി മൗനതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആകാശത്തിലും ഭൂമിയിലും സുസ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശീലിയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഹൃദയം വിശ്വാസത്തെ ദാസർച്ചയും തിരുസന്നിധിയിൽ ചെയ്തൊരു നവമാ വെളിപോൽ നാഥാ. സർവേശ്വര
നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥദൈവമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ ആഴത്തോടും ദൈവദൂതന്മാരുടെ കരുണയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷകരായ കബറിടങ്ങളിൽ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി സ്വരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധപുരുഷന്റെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശദമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്നേഹം അവരുടെ ലോകത്തിൽ സംരക്ഷിക്കട്ടെ. അവരുടെ ദൈവങ്ങൾ പരസ്പരമായ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ആശ്വാസവും അവരുടെ സ്വഭാവത്തിന്റെ മൗനമായിട്ടേ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, വൈദികരായ വിശുദ്ധമറിയമേ, പ്രാർത്ഥിക്കണമേ. Sorry, I was in prayer. Now just finish now. No problem. Absolutely no problem. Why are you calling me? You need something?